ആ കാലഘട്ടത്തിൽ തകർന്നു കിടക്കുന്ന ഈ ക്ഷേത്രത്തിനെ പുനരുദ്ധരിച്ചത് ശക്തൻ തമ്പുരാനാണ് എന്ന് പറയുന്നു. അതുതന്നെയാണ് ശക്തൻ തമ്പുരാന് ഒരു പ്രത്യേക ഇഷ്ടം തിരുവമ്പാടിയോട് ഉള്ളത് എന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും നമുക്ക് നമ്മുടെ സംപ്രേഷണം അവസാനിപ്പിക്കാറായി. 7 മണിക്ക് നമ്മൾ സംപ്രേഷണം അവസാനിക്കണം. ഈ കുടമാറ്റം അവസാനിക്കുന്നത് ഇരു ദേവസ്വങ്ങളും ഏതെങ്കിലും ഒരു വിഭാഗം തങ്ങളുടെ ദേവസ്വം ചുവപ്പ് മറ്റാനകളുടെ മുകളിൽ ഉയർത്തിക്കൊണ്ട് തിടമ്പാനയുടെ മുകളിൽ പച്ച കുട ഉയർത്തിക്കൊണ്ടാണ് ഈ കുടമാറ്റം ഔദ്യോഗികമായിട്ട് അവസാനിക്കുക. അതിനു മുൻപായി ജെയ്സണിലേക്കും ദീപക്കിലേക്കും മടങ്ങുന്നു. ജെയ്സൺ, ദീപക്, തൊല്ലു പ്ലീസ്. താങ്ക് യു. ഇപ്പോൾ വീണ്ടും ആ കാഴ്ചകളുടെ വസന്തം അങ്ങനെ തുടരുകയാണ്. പാറമേക്കാവും തിരുവമ്പാടിയും ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ മലയാളിക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും തൃശ്ശൂരിൻ്റെ ഈ ഒരു തെക്കേ ഗോപുര നടക്കിയ മുൻവശത്ത് കാണാൻ സാധിക്കുന്നത്. ഇരുട്ട് ഏറെക്കുറെ ഇങ്ങനെ പടർന്നു തുടങ്ങുകയാണ് ജയ്സൺ. പക്ഷേ ആ കാഴ്ചകളുടെ വസന്തത്തിന് ഒരു കുറവും വന്നിട്ടില്ല അല്ലേ? ഇരുട്ടൊന്നൊരു പ്രശ്നമേ അല്ല. സസ്പെൻസ്, അടുത്ത സസ്പെൻസ് ഉണ്ട്. ഇതെന്താണ് ഈ കാഴ്ചയൊക്കെ സമ്മാനിക്കുന്നത് എന്താണ്? കൃത്യമായി പറയാൻ പോലും കഴിയുന്നില്ലല്ലോ ജയ്സൺ. എന്തൊരു ഭംഗിയുള്ള കാഴ്ചകളാണ് പാറമേക്കാവും തിരുവമ്പാടിയും ഒക്കെ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപക്ഷെ പൂരാസ്വാദകരെ സംബന്ധിച്ച് ഇത് കഴിയരുതേ എന്ന് തോന്നിപ്പോയാൽ പോലും അത്ഭുതമില്ല എന്ന് പറയേണ്ടി വരും. കാരണം എത്ര സമയമായിട്ടുള്ള കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയിരിക്കുന്ന അസുലഭമായ മുഹൂർത്തങ്ങൾ, ആ മുഹൂർത്തങ്ങളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓരോ പൂരാസ്വാദകനും ഇനിയും അങ്ങനെ ഉയരട്ടെ എന്ന് ഉച്ചത്തിൽ പറയാൻ തോന്നുന്ന തരത്തിൽ എത്ര ഭംഗിയായാണ് വിധാനിച്ചിരിക്കുന്നത് ഓരോ കാഴ്ചകളും. ഇതാ 3 തട്ടുള്ള കുടകളാണ് ഇപ്പോൾ തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉയരുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും എല്ലാം വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയുള്ള പൂരക്കാഴ്ചകളൊക്കെ കാണാനുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാത്തിനും മതിമറന്ന് ഈ ഒരു കുടമാറ്റത്തിന്റെ കാഴ്ചയിലേക്ക് മാത്രം ചുരുങ്ങുന്ന വലിയ ഒരു കൂട്ടം മനുഷ്യർ കടലിരമ്പം കണക്കിന് ഇങ്ങനെ ഹർഷാരവം മുഴക്കിക്കൊണ്ട് ഈ തേക്കിൻകാട് മൈതാനിയിൽ തെക്കേ ഗോപുര നടക്കിയ മുൻവശത്ത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത സിംഫണിയോടൊപ്പം ഇങ്ങനെ അലിഞ്ഞു ചേർന്ന് താളലയത്തിലമർന്ന് അവരങ്ങനെ പോകുകയാണ്. ഇനി എത്ര സമയമുണ്ടാകും ഈ കാഴ്ചകൾ? 50 സെറ്റ് കുടകൾ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് കുട ഉയർന്നു കഴിഞ്ഞാൽ 3 തവണ ഉയരുന്ന ആലവട്ടവും വെഞ്ചാമരവും അത് താഴുന്നത് വരെ പിന്നീട് ആ കുട കാണുന്നതിനുള്ള ഒരു സമയം. ആ ആലവട്ടവും വെഞ്ചാമരവും 3 തവണ ഉയർന്നു പൊങ്ങി താഴ്ന്നു മാറിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് മറ്റൊരു കുട. ഒരു വശത്ത് ഒരു കുട ഉയരുമ്പോൾ മറുവശത്ത് മറുപടി എന്നോണം മറ്റൊരു വർണ്ണക്കുട ഉയരുന്നു. ഇങ്ങനെ കുടമാറ്റത്തിന്റെ സകല സൗന്ദര്യവും ഇങ്ങനെ വലിയ രീതിയിൽ പൂരാസ്വാദകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ കൈകൾ ഉയർത്തി ആ മേളത്തിൽ അമർന്ന് ആവേശപൂരത്തിലേക്ക് പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് ഇപ്പോഴുള്ള ചൂടിനെല്ലാം അങ്ങ് അകലേക്ക് മാറ്റി നിർത്തിയിട്ട് എന്തൊരു ചൂടാണ് തൃശ്ശൂരിൽ. പൂരാവേശത്തിന്റെ ചൂടുണ്ട്, അതിനപ്പുറത്ത് ഈ കുടമാറ്റത്തിന്റെ ചൂടുണ്ട്, തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നതിന് ചൂടുണ്ട്. എന്നാൽ ഒരു ചൂടുമില്ല. എന്തൊരു വിഷ്വലാണ് വരുന്നത്, എന്തൊരു ഭംഗിയുള്ള കാഴ്ചകൾ. ശിവന്റെ രൂപമതാ അങ്ങനെ ധ്യാനത്തിലിരിക്കുന്ന ശിവൻ, ആ ശിവന്റെ രൂപം വന്നിരിക്കുന്നു വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തെക്കിൻകാട് മൈതാനത്ത് ഇപ്പോൾ പാറമേക്കാവല്ല തിരുവമ്പാടിയുടെ ഭാഗത്തു നിന്നാണ് ധ്യാനിച്ചിരിക്കുന്നത്. ശിവൻ വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പക്ഷേ പ്രതീക്ഷിച്ചത് മറ്റു പല സസ്പെൻസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ടാകുമെന്നായിരുന്നു. ആ സസ്പെൻസുകൾ വരുമോ എന്നറിയാനുള്ള ഒരു കൗതുകം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് ജയ്സൺ.